ഹലോ മക്കളെ, ഞാൻ നിങ്ങളോടൊരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് നമ്മൾ പഠിക്കുന്ന കുട്ടികൾ പ്രധാനമായിട്ട് രണ്ട് കാറ്റഗറിയിൽപ്പെട്ട കുട്ടികളുണ്ട്. അതിലൊരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്കൂളൊന്നുമില്ല, വെറുതെ കറങ്ങി നടക്കുകയാണ്. അപ്പോൾ പുസ്തകമൊന്നും നോക്കുന്നില്ല, വെറുതെ വെയിൽ കൊണ്ട് അതിലെ ടി വി കണ്ട് അങ്ങനെ വെറുതെ കളിച്ച് തിരിച്ച് നടക്കുന്നു. ഇനി അങ്ങനെ സമയം ഇങ്ങനെ പോയി അവസാനം സ്കൂൾ തുറക്കുന്ന സമയത്ത് അന്നായിരിക്കും പുസ്തകങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് എന്ത് ചെയ്യുക, സ്കൂളിൽ ചെല്ലുന്നു. അങ്ങനെ ആദ്യത്തെ ഒരു 2 മാസം കഴിഞ്ഞ് 3-ാമത്തെ മാസം ആകുമ്പോഴേക്കും നമുക്ക് ഫസ്റ്റ് ടൈം എക്സാം വരും. ആ എക്സാമിൽ പരീക്ഷാ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ തീരെ മാർക്കും ഉണ്ടാവില്ല. ഇതായിരിക്കും ഒരു തരത്തിൽപ്പെട്ട കുട്ടികൾ. അപ്പോൾ ആ കുട്ടികൾ അന്ന് വിചാരിക്കും, അന്ന് എനിക്ക് ട്യൂഷന് പോയാൽ മതി, അല്ലെങ്കിൽ വല്ല ഓൺലൈൻ ക്ലാസ്സിലൊക്കെ ചേർന്നാൽ മതിയായിരുന്നു, എന്നാൽ നല്ല ഉഷാറായിട്ട് പഠിച്ച് മാർക്കൊക്കെ നേടായിരുന്നൊരു ചിന്താഗതി അപ്പോഴായിരിക്കും വരിക. പക്ഷെ മറ്റു ചില കുട്ടികളുണ്ട്, രണ്ടാമത്തെ കാറ്റഗറിയിൽപ്പെട്ട കുട്ടികൾ, വെക്കേഷൻ സമയത്ത് സുഖമായിട്ട് കളിച്ച് ചിരിച്ച് നടക്കും. പക്ഷേ ആ കൂട്ടത്തിൽ എന്ത് ചെയ്യും, 1 മണിക്കൂറെങ്കിലും ഒരു ദിവസം പഠനത്തിന് വേണ്ടി മാറ്റി വയ്ക്കും. ഇനി അതല്ലെങ്കിൽ ട്യൂഷനോ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിനോ ഒക്കെ ചേരും. അങ്ങനെ അവർ ആ ഒരു 2 മാസം കഴിഞ്ഞ് സ്കൂളിലേക്ക് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും, അവർക്കിത് ആദ്യമായിട്ട് കേൾക്കുന്നില്ല. കുറേ കാര്യങ്ങളൊക്കെ പഠിച്ച കാര്യങ്ങൾ വീണ്ടും സ്കൂളിൽ നിന്ന് കേൾക്കുമ്പോൾ അതൊരു റിപ്പീറ്റേഷൻ അല്ലെങ്കിൽ ഒരു റിവിഷൻ പോലെ തോന്നും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ എന്ത് ചെയ്യും, ഈസി ആയിട്ട് പരീക്ഷ എഴുതും, നല്ല അടിപൊളിയായിട്ട് മാർക്ക് നേടും. അപ്പോൾ ആദ്യത്തെ കാറ്റഗറിയിൽപ്പെട്ട കുട്ടികളെന്ന് വിചാരിക്കും, കണ്ടില്ല ആ പയ്യനൊക്കെ എന്ത് ചെയ്യാണ്, കുറേ സമയം കളിച്ച് ചിരിച്ച് നടന്നു, പക്ഷേ പരീക്ഷയിൽ മാർക്ക് വന്നപ്പോൾ നല്ല മാർക്ക്, എന്താണാവല്ലേ? അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് മക്കൾ ഇതിനകത്തുണ്ടെന്ന് എനിക്കറിയാം. മക്കളെ, അപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെടണം എന്നുള്ളത് നിങ്ങളിപ്പോൾ തീരുമാനിക്കണം. സമയം വൈകിയിട്ടില്ല. ഇപ്പോൾ ഈ ഒരു 2 മാസം നിങ്ങൾ അറിയാതെ കുറേശ്ശെ കാര്യങ്ങൾ പഠിച്ച് സ്കൂൾ തുറക്കുന്ന സമയത്ത് അടിപൊളിയായിട്ട് മാർക്കൊക്കെ നേടാൻ വേണ്ടി ഞങ്ങളെ സൈലത്തിൻ്റെ ഒരു 9ാം ക്ലാസ്സിൻ്റെ നിഞ്ച ബാച്ച് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, എല്ലാവരും എന്ത് ചെയ്യുക, ആ ഒരു നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്ത് വരാനിരിക്കുന്ന ക്ലാസ്സുകളൊക്കെ അടിപൊളിയായി കേട്ട് നല്ല ഉഷാറാക്കി സെറ്റാക്കി മാറ്റാം. അപ്പോൾ സ്കൂൾ തുറക്കുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്ററുകളൊക്കെ അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ നമ്മളെ നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ കാണാം. ഓക്കേടാ, ബൈ.